വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള പ്രതിനിധികൾ ആരൊക്കെ ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പറയുന്നത്. ഇതിലിപ്പോ 7 ആളുണ്ട്, അതുകൊണ്ട് ആരും ബേജാറാണ്ട. മുസ്ലിം ലീഗിന് 7 മന്ത്രിമാരുണ്ടാവോ എന്ന് വിചാരിച്ചാണ്ട് ആരും ബേജാറാണ്ട. അങ്ങനല്ല, ഈ 7 5 പേരെ നമ്മളൊരു ആഗ്രഹം പറയാണ്. അപ്പൊ ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാര്യത്തില് ആർക്കും സംശയമില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇല്ലാത്തൊരു UDF തന്നെ ചിന്തിക്കാൻ വയ്യ, പിന്നല്ലേ ലീഗ്. പിന്നെ അതുപോലെ തന്നെ പിന്നുള്ളത് M ഷംസുദ്ദീൻ ആണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാം. മണ്ണാർക്കാട് നിന്ന് തുടർച്ചയായിട്ട് MLA ആയി വരികയാണ്. അത്യാവശ്യം സീനിയോറിറ്റി ഉള്ള ആളാണ്. അതുപോലെ തന്നെ KM ഷാജിയും എല്ലാവർക്കും അറിയാം. പാർട്ടിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത അത്തരം പാർട്ടിയുടെ കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയത്തക്ക ഒരു നേതാവാണ് KM ഷാജി. സുഡാപ്പികളൊക്കെ രംഗത്തിറങ്ങിയ സമയത്ത്, യുവാക്കള് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളൊരു തോന്നലുണ്ടായ സമയത്ത് പാർട്ടിയിലെ അണികളെ പിടിച്ചു നിർത്താന് ഏറ്റവും കരുത്തുറ്റ പ്രവർത്തനം നടത്തിയ നേതാവാണ് KM ഷാജി. ഒരു സംശയമില്ല. 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ നിന്ന് ജയിച്ചു. 3ാമത്തെ തവണയാണ് ഒരു മന്ത്രിസഭയില് തീർച്ചയായിട്ടും പ്രാതിനിധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച പലരും മന്ത്രിസഭയിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, അപ്പൊ 3 ആളെ കാര്യത്തിന് നമുക്കൊരു സന്ദേഹം. ഇനി അടുത്ത കാര്യമാണ്, ഈ പറഞ്ഞ 3 ആളുകളില് 2 ആള് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള MLA മാരാണ്. ഒരാള് മലപ്പുറം ജില്ലക്കാരനാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നാണ് MLA. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു MLA വേണമല്ലോ. കാരണം പാർട്ടിക്ക് അത്യാവശ്യം മലപ്പുറം കഴിഞ്ഞ അടുത്ത ശക്തി കേന്ദ്രമാണ് കോഴിക്കോട് ജില്ല. അവിടുന്ന് ഒരു MLA ആണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇപ്പൊ ജയിച്ചു വരികയാണെങ്കിൽ എല്ലാവരും, മിക്ക ആളുകളും പുതിയ MLA മാരായിരിക്കും. ഫൈസൽ ബാബു ആകട്ടെ, AKM അഷ്റഫ്, അല്ല ഫാത്തിമ തഹലിയ, ആരാകട്ടെ. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ആരെ ഉൾപ്പെടുത്തും? നജീബ് കാന്തപുരത്തിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ MLA ആണ്, കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിലും. MK മുനീർ സാഹിബ് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു തർക്കത്തിനൊരു വിഷയം വരൂലേ ഇനി. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഫാത്തിമ തഹലിയെ ഉൾപ്പെടുത്തേണ്ടതായിരിക്കും നല്ലത്. അത് ജൻസി ആളുകളെയും സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം, അങ്ങനെയൊക്കെ പല രൂപത്തിലും ഒരു ഒരു ഇതുണ്ട്. ശക്തി പാർട്ടിക്ക്, അതിന്റെ മുസ്ലിം ലീഗിന് അതിൻ്റെതായ ഒരു പവർ തെളിയിക്കാൻ പറ്റിയ കൂടി ഒരു അവസരമാണ് ഫാത്തിമ തഹലിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പിന്നുള്ളത്, അപ്പൊ നമ്മള് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആയി. അപ്പൊ ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്, PK ബഷീർ സാഹിബിനെ ഉൾപ്പെടുത്താതിരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത്. അപ്പൊ വേറൊരു വിഷയമുണ്ട്, പാർട്ടിയുടെ മറ്റൊരു ശക്തി കേന്ദ്രമായ കാസർഗോഡ് നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ചെർക്കള അബ്ദുള്ളൊക്കെ മന്ത്രി ആയതാണ്. അപ്പൊ കാസർഗോഡ് നിന്ന് ഒരു MLA വേണ്ടേ, അല്ല ഒരു മന്ത്രി വേണ്ടേ? അങ്ങനെ വരുമ്പോ നമ്മള് PK ബഷീറിന് എന്ത് ചെയ്യും? സംഭവം വലിയ പ്രയാസം തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ 27 ആൾക്കാർക്ക് ലീഗ് സീറ്റ് കൊടുത്തതിലേക്ക് എത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഇതിന്ന് അറിയില്ല. കാരണം അർഹര് ഇഷ്ടം പോലെ ഉണ്ട്, സ്ഥാനം കമ്മിയാണ്. അതാണ് ഇപ്പൊ ലീഗിന്റെ അവസ്ഥ. ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്റെ ഇതിൽ 1, 2, 3, 4 ബാക്കിയുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ തരെ കഴിയണില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.